ഇപ്പോൾ അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരുന്നു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സിബിഐക്ക് തിരിച്ചടി. ഈ കേസ് 2012 മുതലുള്ള കേസ് ഇതിലെ വിചാരണ വൈകുന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സിബിഐ എടുത്ത നടപടി നിലപാട് ഹൈക്കോടതിയെ സമീപിക്കാൻ സമയം വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത് കോടതി അനുവദിച്ചില്ല. കാരണം ഇതിനകം തന്നെ 4/1/2019 ഈ കേസിലെ കുറ്റപത്രം ഇവിടെ സമർപ്പിക്കുന്നത്. 2018 9-ാം മാസമാണ് CJM എന്ന് അവർക്ക് ഉത്തരവ് കിട്ടിയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസം CBI വെറുതെ കളഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവസ്ഥ. ഹൈക്കോടതിയെ സമീപിക്കുന്ന മുറക്ക് നിയമപരമായ ഏത് കോടതിയിലും വിചാരണ നേരിടേണ്ടി വരും. സ്വാഭാവികമായി അതിനനുസരിച്ച് പ്രതിഭാഗം പ്രതികരിക്കും. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ അനുബന്ധ കുറ്റപത്രം കോടതി മടക്കി. ഹൈക്കോടതിയെ സമീപിക്കാൻ കേസ് കൊച്ചിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കോടതി CBIയോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ CM വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBIക്ക് തിരിച്ചടി. അനുബന്ധ കുറ്റപത്രം തലശ്ശേരി കോടതി മടക്കി. വിചാരണ മാറ്റണമെന്ന ആവശ്യം കോടതി തള്ളി. CBIക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും തലശ്ശേരി കോടതി അറിയിച്ചു. മുപ്പത്തിരണ്ട് 33 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ട് കുറ്റപത്രം CJM എറണാകുളം മുമ്പാകെ സമർപ്പിച്ചിരുന്നു. ആ കേസ് ആ ഫയല് CJM എറണാകുളം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ആ ഉത്തരവിനെതിരെ CBI ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഉത്തരവിനെതിരെയുള്ള നടപടിയെ സ്വീകരിക്കാതെ CBI ആ കുറ്റപത്രം തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് നേരിട്ടെത്തിക്കുകയാണ് ചെയ്തത്. തലശ്ശേരി സെഷൻസ് കോടതിക്ക് CBI കേസിൻ്റെ കുറ്റപത്രം സ്വീകരിക്കാൻ നിയമപരമായി തടസ്സമുണ്ട് എന്നുള്ള വിഷയമാണ് ഇന്ന് കോടതി മുമ്പാകെ ചർച്ചയിൽ വന്നത്. CBIക്ക് തിരിച്ചടി. അനുബന്ധ കുറ്റപത്രം തലശ്ശേരി കോടതി മടക്കിയെന്ന ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരുന്നു. മനു ഭരത് ചേരുന്നു വിവരങ്ങളുമായി. മനു, ഏറ്റവും പുതിയ വിവരങ്ങൾ. മനു, കേൾക്കാമോ? രഞ്ജിത്ത്, CBIക്ക് ഈ തലശ്ശേരി സെഷൻസ് കോടതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കാരണം ഒരു വലിയ നടപടിക്രമത്തിൽ ഒരു പാളിച്ചയാണ് CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അനുബന്ധ കുറ്റപത്രം എറണാകുളത്തെ CJM കോടതിയിൽ നിന്ന് മടക്കിയ പശ്ചാത്തലത്തിൽ അത് തലശ്ശേരി സെഷൻസ് കോടതിയിൽ സമർപ്പിക്കാനാണ് CBI ശ്രമിച്ചത്. അതിനാണ് തിരിച്ചടി നേരിട്ടത്. പകരം ഇത് ഹൈക്കോടതിയായിരുന്നു സമീപിക്കേണ്ടിയിരുന്നത്. ഈ ഘട്ടത്തിലാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഈ കുറ്റപത്രം മടക്കുന്നത്. തലശ്ശേരി സെഷൻസ് കോടതി ഒരു കാര്യം വ്യക്തമാക്കി, CBI ഒരു ചാർജ് ഷീറ്റ് പരിഗണിക്കാനുള്ള അധികാര പരിധി തലശ്ശേരി സെഷൻസ് കോടതിക്കില്ല. അത് CBI കോടതിക്ക് മാത്രമേ അത്തരത്തിൽ ഒരു ചാർജ് ഷീറ്റ് പരിഗണിക്കാനാകൂ. അതുകൊണ്ട് തന്നെ പോലീസ് ഫയൽ ചെയ്ത ചാർജ് ഷീറ്റ് മാത്രമേ ഇവിടെ നിലനിൽക്കുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി. മറ്റ് കാര്യങ്ങൾക്കായി ഹൈക്കോടതി സമീപിക്കാനാണ് തലശ്ശേരി സെഷൻസ് കോടതി CBIയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യത്തിന് അല്പം സാവകാശം വേണം എന്ന് CBI അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു. ഏതായാലും അതിന് അധികം സമയം നൽകാനാവില്ല എന്ന് കോടതി പറഞ്ഞു. കാരണം ഇത് 2012 നടന്ന ഒരു കേസാണ്. ഇത്രയും കാലമായി ഇതിന്റെ വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിലേക്ക് നീങ്ങണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. CBIക്ക് തലശ്ശേരി കോടതി തിരിച്ചടി എന്ന വാർത്ത പുറത്തുവരുന്നു.